അയ്യോ നിങ്ങൾ ചായ കുടിക്കുന്നില്ലയോ? നമ്മളൊക്കെ നേരത്തെ കുടിച്ചായിരുന്നോ? ഓ, ഞങ്ങൾ ഇന്നലെ ഭവാനി ചേച്ചിയെ കാണാൻ വേണ്ടിയാ പടവലം വേണ്ടി ചെന്നത്. നോക്കിയപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. നോക്കിയപ്പോൾ തെക്ക് വശത്ത് റബ്ബർ വെട്ടിക്കൊണ്ടുവന്ന പീറ്റർ പറഞ്ഞ് ഭവാനി ചേച്ചി ഇപ്പോഴും കൂടെ ഒന്നും വരുന്നില്ലെന്ന്. ഭവാനി ചേച്ചി പറമ്പൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണല്ലോ. അയ്യോ നേരാ ഭയങ്കര കാടായിപ്പോയി ഇപ്പം. ഞങ്ങൾ ഇന്നലെ വീട്ടുമുറ്റത്ത് ചെന്നപ്പോഴ് ആ പൊന്തക്കാട്ടിന്ന് ഇങ്ങനെ എന്തോ ഒന്ന് എടുത്തിയാടി ഓടുന്നത് കണ്ട് ആ ഓട്ടം കണ്ടിട്ട് പുലിയാന്ന് പോന്നു കേട്ടോ. ആരാ കണ്ടത്? നടേശനല്ലയോ കണ്ടത്? അപ്പൊ പുലി ആയിരിക്കത്തില്ല, ആനയായിരിക്കും. കാട് പിടിച്ച് കിടക്കുവാന്ന് പറഞ്ഞപ്പോഴത്തേനൊന്ന് പൊലിപ്പിച്ചു നോക്കിയതല്ലയോ? ഞങ്ങൾ ഈ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ആയിട്ടേ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിക്കുക. അത് വേണം. എത്ര രൂപയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങ് തന്നോളാം. അയ്യോ അതിന് പൈസ ഒന്നും വേണ്ട, നമ്മളെ കുടഞ്ഞാണ്ട പറമ്പല്ലേ. കാശ് വേണ്ട കേട്ടോ. ഇതേ ആ പുരാടത്തിനകത്ത് കുറെ വിറവുകൾ കിടപ്പുണ്ട്. ആ വേണുവിന്റെ ചായക്കടയും കൊണ്ട് കൊടുത്തേക്കാം കേട്ടോ. അതെ, അച്ഛൻ്റെ ആണ്ട് വരുമല്ലേ, നമുക്ക് വിപുലമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അയ്യോ പിന്നെ വേണം പിന്നെ അത് ആവശ്യം. അത് കുട്ടൻ ചേട്ടൻ പോയതിനു ശേഷം ഒരു വലിയ കാലഘട്ടം പോയാലും പോലെ ആയിപ്പോയി. കുട്ടൻ ചേട്ടൻ ഉള്ളപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഊർജ്ജം അറിഞ്ഞില്ലയോ? കാലം നീളുമ്പം മാറ്റങ്ങളും സംഭവിക്കും. ഇടയ്ക്ക് കുറച്ച് ദിവസം നിങ്ങൾ എല്ലാവരും അവിടെ വന്നു നിന്നാൽ വളരെ നല്ലതായിരിക്കും. ഞങ്ങൾക്കും ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ കേശുവിന്റെയും പാറുവിന്റെയും ഒക്കെ പഠിത്തം ഇവിടെ അല്ലേ, പിന്നെ അവിടെ ഇവിടേക്കായിട്ട് നിന്നാലേ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അവതാളത്തിലാവും. ഇനിയിപ്പോ അതിൽ ഏതെങ്കിലും ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ചാ അതിന് അമ്മൂമ്മക്ക് താല്പര്യമില്ല. അല്ല, അമ്മൂമ്മക്ക് മാത്രമല്ല നമുക്കും താല്പര്യമില്ല. കേശുവേ, എടാ ഒരു വീടില്ലാത്ത ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ടോടി നടക്കുക. വീടുള്ളവര് വീട് വിട്ടിട്ട് അല്ലെങ്കിൽ വീട് ഇട്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അറിയോ നിനക്ക്? അതൊരു വലിയ കണ്ടുപിടുത്താന്നല്ല. എനിക്കിട്ടൊന്ന് കുത്തിയതാന്ന് മനസ്സിലായി. നടേശനും വീട് കിടപ്പില്ലയോ? വെച്ച വീടുണ്ട്, ഭാര്യ വീടുണ്ട്, കുടുംബ വീടുണ്ട്. അതൊക്കെ വീടാണോ? നിങ്ങളുടെയൊക്കെ അല്ലയോ വലിയ വീട്. സാധനങ്ങളും തോളി വെച്ചോണ്ട് ഓട്ടോയും വിളിച്ച് വന്നതേ എന്നെ പരിഹസിക്കാനല്ലയോ? പിന്നെ ചേച്ചേ, ആ വീടൊക്കെ പുതുക്കി പണിത് പെയിന്റൊക്കെ ചെയ്തിട്ടേക്കൂല്ലേ. നിങ്ങൾ ആരെങ്കിലും അവിടെ വന്ന് നിന്നില്ലെങ്കിൽ പിന്നെ ഒക്കെ വെറുതെ ആവൂല്ലേ. ഒരാഴ്ച അവിടെ വന്ന് നിൽക്കണമെന്നൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഉമേഷ് അവിടെ ഉള്ളത് കൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട് ഞാനിപ്പോ അങ്ങോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഉമേഷ് അവിടെ കിടന്ന് മലമറിക്കല്ലയോ? ചേച്ചി ഇടയ്ക്കൊക്കെ വന്ന് നോക്കിയെങ്കിലും ചെയ്യും. ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ട് പോകണമെന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകളാ. എവിടേക്കോ നിന്ന് ഭവാനിയേന്ന് വിളിക്കുന്നത് പോലെ ഈ ജന്മത്തിലെ എന്റെ ഭാഗ്യമായിരുന്നു. അല്ലേ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഊണിന്റെ കാര്യം നോക്കാൻ നിൽക്കാന്നോ? കേശുവേ, എടാ ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്തെങ്കിലും വേണേ? പിന്നെ നമ്മളൊന്ന് വിളിച്ചു നോക്കൂലേ ചേച്ചേ? പിന്നെ അല്ല, മക്കളൊരു കാര്യം ചെയ്യും, മാർക്കറ്റിൽ പോയിട്ട് വാ. ഓക്കേ, ഞാൻ ദേ പോയി ദാ വന്ന്. ഞങ്ങളുടെ കൂടെ ഇറങ്ങട്ടെ? തിരക്കാണെങ്കിൽ ഇറങ്ങ്. എന്തായാലും ഇറങ്ങിപ്പോവാൻ ഞങ്ങൾ പറയത്തില്ല. പിന്നെ പടവലത്തെ വീട്ടിൽ വരുന്നത് പോലെ വല്ലപ്പോഴും ഇങ്ങോട്ടും വരണം. അപ്പൊ അങ്ങോട്ട് വരാൻ യാതൊരു താല്പര്യമില്ല? അയ്യോ, ഞാൻ വന്നോളാം നടേശ. അപ്പഴേ ഞങ്ങൾ കൊണ്ടുവന്ന ചാക്കിനകത്ത് കുറെ കാച്ചലും ചേമ്പും കിഴങ്ങും ഒക്കെ ഇരിപ്പുണ്ട്, കപ്പയൊക്കെ ഉണ്ട്. പിന്നെ വാഴക്കൊല എന്റെ പറമ്പിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്നതാ. അത് ഓർമ്മ വേണം. പിന്നെ 2 തൈകളുണ്ട്, അത് കൃഷിഭവനിൽ തന്നതാ. അത് എവിടെങ്കിലും നട്ടേക്കണേ. അത് നമ്മൾ നട്ടേക്കാ അപ്പോ. അപ്പോ പിന്നെ നമ്മളെ പടവലത്തോട്ട് വരുമ്പോ നിങ്ങൾ എല്ലാവരും അവിടെ കാണണം കേട്ടാ. പിന്നെ ഞങ്ങളെല്ലാവരും എങ്ങോട്ട് പോകാനാടാ? അപ്പോ പിന്നെ നമ്മളെ പടവലത്തോട്ട് വരുമ്പോ നമ്മളെല്ലാം കൂടെ അപ്പൂപ്പന്റെ വീട്ടിലോട്ട് ഒരു വരവ് വരുന്നുണ്ട്. നീ ഒന്ന് വിളിച്ചു പറഞ്ഞാടാ മക്കളെ. എന്തിനാ? കുഞ്ഞമ്മയുടെ അനിയത്തിയുടെ ചേച്ചിയുടെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുങ്ങാനല്ലയോ? ഞങ്ങൾ അവിടെ വരുമ്പോ നടേശന് ഒന്നും തരണ്ട, ഒരു ഗ്ലാസ് പച്ചവെള്ളം തന്നാ മതി. ഈ വേനലായതുകൊണ്ട് കിണറ്റിനകത്ത് വെള്ളം പറ്റുമെന്നൊരു സംശയമുണ്ട്. നിങ്ങൾ വരുമ്പോഴേ ഒരു കുപ്പി വെള്ളം കൂടെ മേടിച്ചോണ്ട് വന്നേരെ കേട്ടോ. ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ ഇറങ്ങട്ടെ മക്കളെ? അപ്പൂപ്പൻ ഇറങ്ങട്ടെ?
ഇടയ്ക്കിടയ്ക്ക് വരണേ. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വരും അപ്പൂപ്പന കേട്ടോ. ആ മക്കളെ ഓ ആ തൈ എവിടെങ്കിലും നട്ടേക്കണ്ടേടാ. ഓക്കെ അപ്പൂപ്പ. ഓക്കെ. എന്നാ പിന്നെ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. എന്താ മക്കളെ? എല്ലാരും ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ആ തൈ ഒരുമിച്ചങ്ങ് നട്ടാലോ? ഗുഡ് ഐഡിയ. അത് കൊള്ളാമല്ലോ അത്. ഇവിടെ പോലോ ഒരു കുഴി എടുക്കടാ. പിന്നെന്താ? ആ. കേട്ടോടാ മക്കളെ, നിന്റെ അപ്പൂപ്പനുണ്ടല്ലോ ഈ കൃഷി കൂടുതൽ ചെയ്യാൻ വേണ്ടി പറമ്പിലെ പാഴ്മരങ്ങൾ പോലും വെട്ടിക്കളയാറില്ല. പിന്നെ അവിടെ എവിടെയൊക്കെ കാണുന്ന ഈ പാഴ് ശിഖരങ്ങൾ മാത്രം ഒന്ന് ഞെരക്കി കളയും, അത്രയേ ഉള്ളൂ. അത്രയ്ക്ക് വൃക്ഷപ്രേമിയാഞ്ചടാ നിന്റെ അപ്പൂപ്പൻ. കേട്ടോ നീ? ഓ അറിയാം അപ്പൂപ്പ. അപ്പോഴേ ആരായി തൈ നടാൻ പോകുന്നത്? ഞാൻ. മതി, എന്റെ മോള് തന്നെ നട്ടാ മതി. കനവുകളിൽ പുതുമഴയായി പെയ്തു, നിലവുകളിൽ പൂങ്കനികൾ നെയ്തു. ഈ ജന്മസാഗരം അണയാതെ നോക്കിടാം. നീ എൻ്റെ തണലായി, എന്നിലെ നിഴലായി. ഈ സ്നേഹനൊമ്പരം പിരിയാതെ കാത്തിടാം. നിൻ കൊഞ്ചലായിരം കൊതിയോടെ ചേർത്തിടാം. പുണ്യമേ നീയെന്നും ഉള്ളിലെ ചിറകിലേറിവാ. ഈ സ്നേഹനൊമ്പരം പിരിയാതെ കാത്തിടാം. വളർന്ന് പന്തലിച്ച് ഒരുപാട് ഫലങ്ങൾ തരട്ടെ. നട്ടാ മാത്രം പോരാ, പരിപാലിക്കൂടെ ചെയ്യണം. ഞാൻ വെള്ളം ഒഴിച്ച് വളർത്തും. ആ, ഇതെന്റെ അപ്പൂപ്പന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള മരവാ. ഈ മരത്തിന്റെ പേരെന്തോന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പൂപ്പ മരം.